ബാ ബാ നമ്മുടെ കാലത്തോട്ട് ഈ ബൈക്ക് എടുത്താലാ? കാർ എടുത്തിട്ട് ബൈക്കോ? ഏത് ബൈക്ക്? ധൂം ബൈക്ക്. ഇത് ഏതാ മുതലെന്ന് എൻ്റെ പൊന്നുമോൻ അറിയും. ബുസയാണ്, ഹയാബുസ. ഇതൊക്കെ പറഞ്ഞാൽ വാങ്ങണമെങ്കിലും വേണം ഒരു യോഗ. ആ നോക്കട്ടെ, നമുക്ക് പറഞ്ഞ വാടാ. ഉറങ്ങിപ്പോയോ? സിനിമ വന്നില്ലേ? സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ അല്ലേ? ഏതൊരു വാഹന പ്രേമിക്കുമുണ്ടാവാം ഒരു ഡ്രീം ബൈക്ക് അല്ലെങ്കിൽ ഒരു ഡ്രീം കാർ സങ്കല്പങ്ങളൊക്കെ. ഒരു ഡ്രീം സൂപ്പർ ബൈക്ക് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു വാഹനമാണ് ഹയാബുസ. 99-ൽ സുസുക്കി ഹയാബുസയെ ലോഞ്ച് ചെയ്തപ്പോൾ പിറന്നത് ഒരു പുതു ചരിത്രമായിരുന്നു. ദ ഫാസ്റ്റസ്റ്റ് പ്രൊഡക്ഷൻ ബൈക്ക് ഇൻ ദ പ്ലാനറ്റ്. ഹയാബുസ അതിൻ്റെ 3ാം തലമുറയിൽ ഇങ്ങനെ പ്രൗഢിയോടെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. ദിസ് ബൈക്ക് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എഞ്ചിനീയറിംഗ് മാർവൽ ആൻഡ് ക്രാഫ്റ്റ്മാൻഷിപ്പ്. ഹയാബുസ പോലെ ഒരു ലെജൻഡറി ബൈക്ക് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ എയുടെ ചാനലിലെ ഈ ഒരു വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഒരു റിവ്യൂ എന്നതിലുപരി ഇതിനൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയി കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയും എയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി ഇതുപോലൊന്ന് സ്വന്തമാക്കുന്നവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റോഡ് പ്രസൻസ്. ഇതും കൊണ്ടൊന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ 10 പേര് നോക്കണം. അത് അതിൻ്റെ പീക്കിൽ നൽകും ഹയാബുസ. നിരവധി ക്യാമറ കണ്ണുകൾ ഇതിന്മേൽ പതിയും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. ഹയാബുസ അതിൻ്റെ 3rd ജനറേഷനിൽ എത്തി നിൽക്കുമ്പോഴും ഡിസൈൻ കൊണ്ട് ഇപ്പോഴും അതിൻ്റെ 1st and 2nd ജനറേഷൻ മോഡലുകളോട് വളരെ സിമിലറാണ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഹയാബുസ എന്ന് പറയിപ്പിക്കുന്ന ഐക്കോണിക് ആൻഡ് ടൈംലെസ് ഡിസൈൻ. കുറെ കൂടി ഷാർപ്പ് ആൻഡ് മോഡേൺ ആയിരിക്കുന്നു പുതിയ ഹയാബുസ. ഹെഡ് ലാംപ്സ്, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ LED ആയിരിക്കുന്നു. റീഡിസൈൻ ചെയ്ത മിറേഴ്സും ഫെയറിങ്ങിലുള്ള ക്രോം ഇൻസേർട്സും കുറെ കൂടി സ്റ്റൈലിഷ് അപ്പിയറൻസ് നൽകുന്നു. റിയർ കോമ്പിനേഷൻ LED ടൈൽ ലാംപ്സ് പുതിയതാണ്. പുതിയ മാറ്റങ്ങൾ ഹയാബുസയുടെ എയറോഡൈനാമിക് എഫിഷ്യൻസിയും ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇൻസ്ട്രുമെന്റ് കൺസോളിലാണ് മറ്റൊരു മാറ്റം വന്നിട്ടുള്ളത്. പഴയ ആ ട്രഡീഷണൽ ആൻഡ് ഐക്കോണിക് 5-പോർട്ട് അനലോഗ് കൺസോൾ ആണെങ്കിലും പുതിയ ഒരു TFT ഡിസ്പ്ലേ കൂടി വന്നിട്ടുണ്ട്. ഇതിലൂടെ റൈഡർ അസിസ്റ്റ് ഫീച്ചർ സെറ്റിംഗ്സ് കാണിക്കുന്നതിന് പുറമെ ഒരു ആക്റ്റീവ് ഡേറ്റ ഡിസ്പ്ലേ കൂടിയുണ്ട്. അതായത് ബൈക്കിൻ്റെ കറണ്ട് ഓപ്പറേറ്റിംഗ് സ്റ്റാറ്റസ് ഇതിലൂടെ അറിയാൻ കഴിയും. റിയൽ ടൈം ഡിസ്പ്ലേ ഓഫ് ലീൻ ആംഗിൾ, ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്ക് പ്രഷർ, റേറ്റ് ഓഫ് ആക്സിലറേഷൻ, ത്രോട്ടിൽ പൊസിഷൻ എന്നിങ്ങനെ നീളുന്നു അവ. ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ പഴയ ജനറേഷൻ ഹയാബുസയുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ലെങ്ത് ഒരു 10 mm ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. വീൽ ബേസ് ആണെങ്കിൽ തന്നെയും 1480 mm തന്നെയാണ്, സെയിം ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 125 mm ആയി കൂടിയിട്ടുണ്ട്, ഒരു 5 mm കൂടിയിട്ടുണ്ട്. പഴയത് 120 mm ആയിരുന്നു. കർബ് വെയിറ്റ് ആണെങ്കിൽ തന്നെയും 266 കിലോഗ്രാം ആണ്, പഴയത് 268 കിലോഗ്രാം ആയിരുന്നു.
ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി ആണെങ്കിൽ തന്നെയും 21 ലിറ്റർ ആയിരുന്നു പഴയ ജനറേഷനിൽ. അത് 1 ലിറ്റർ കുറഞ്ഞിട്ട് 20 ലിറ്ററായി മാറിയിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള മറ്റൊരു പ്രധാന മാറ്റം, അല്ലെങ്കിൽ ഒരു കംഫർട്ട് ആസ്പെക്റ്റിൽ വന്നിട്ടുള്ള പ്രധാന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ സീറ്റ് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. പഴയത് 805 mm ആയിരുന്നു, ഇപ്പോൾ അത് 800 mm ആയി സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ കുറച്ചൊരു ഷോർട്ടായിട്ടുള്ള റൈഡേഴ്സിന് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഒരു റൈഡിങ് കംഫർട്ടിന് മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ് ഒരു 12 mm കുറച്ചുകൂടെ റൈഡറിന് ക്ലോസ് ആക്കിയിട്ടാണ് റീഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്ചർ നമുക്ക് ഈ ഒരു ജനറേഷൻ ഹയാബുസയിലൂടെ കിട്ടുന്നുണ്ട്. ഹയാബുസയുടെ ടയേഴ്സ് ആൻഡ് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയേഴ്സ് വരുന്നത് 120/50 പ്രൊഫൈലുള്ള 17 ഇഞ്ച് ടയേഴ്സ് ആണ്. ടയേഴ്സ് ബ്രിഡ്സ്റ്റോണിൻ്റെ ബാറ്റ്ലാക്സ് S22 ടയേഴ്സ് ആണ്. റിയറിൽ വരുന്നത് 190/50 പ്രൊഫൈലുള്ള ടയേഴ്സ് ആണ്. 7 സ്പോക്ക് അലോയ്സ് ആണ് വരുന്നത്. വളരെയധികം റോഡ് ഗ്രിപ്പൊക്കെ നൽകുന്ന ടയേഴ്സ് ആണ്. ബാക്കിലെ ടയേഴ്സ് ഒന്നും അധികം ലൈഫൊന്നും പ്രതീക്ഷിക്കേണ്ട സ്വാഭാവികമായിട്ടും. സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ടിൽ 43 mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. ബാക്കിൽ വരുന്നത് മോണോഷോക്ക് സസ്പെൻഷൻ ആണ്. ബ്രേക്സ് ആണെങ്കിൽ തന്നെയും ഫ്രണ്ടിൽ ഡുവൽ ഡിസ്ക് വരുന്നുണ്ട്. ബ്രംബോയുടെ സ്റ്റൈലേമ സീരീസിലുള്ള കാലിപ്പേഴ്സ് ആണ് വരുന്നത്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പഴയ ഹയാബുസയെ അപേക്ഷിച്ച് നല്ല രീതിയിൽ റീവർക്ക് ചെയ്തിട്ടുണ്ട് പുതിയ ഹയാബുസയിൽ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ചിലരെങ്കിലും പഴയ ഹയാബുസയിൽ ഒരു ബ്രേക്കിംഗ് കുറച്ചുകൂടെ മെച്ചപ്പെടാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം വരികയുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അത് ആ ഒരു പോരായ്മ എല്ലാം വളരെയധികം നികത്തിയിട്ടാണ് ഈ ഒരു 3rd gen വന്നിട്ടുള്ളത്. ഈ ഒരു ഹയാബുസയിൽ സുസുക്കി നല്ല രീതിയിൽ റീവർക്ക് ചെയ്തിട്ടുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഈ ഒരു ഫെയറിങ് റീഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെയും റേഡിയേറ്ററിലേക്ക് അല്ലെങ്കിൽ ഓയിൽ കൂളറിലേക്കൊക്കെ നല്ല രീതിയിൽ എയർ കടത്തി വിടുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതിലുള്ള ഫാൻസിൻ്റെ ബ്ലേഡ്സ് ആണെങ്കിൽ കൂടിയും കൂടുതൽ എയർ ഇൻടേക്കിന് വേണ്ടിയിട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സസ്പെൻഷൻ ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് ആസ്പെക്റ്റിലും അല്ലെങ്കിൽ ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുമൊക്കെ നല്ല രീതിയിൽ സുസുക്കി വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊരു സൂപ്പർ ബൈക്കിൻ്റെയും അതിൻ്റെ ഒരു കോർ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എൻജിൻ ആൻഡ് ഷാസി തന്നെയാണ്. ഹയാബുസയുടെ കാര്യത്തിൽ അത് കുറേ കൂടി ഒരു ലെജൻഡറി ആണ്, അല്ലെങ്കിൽ കുറേ കൂടി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എൻജിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ജനറേഷൻ ഹയാബുസയുടെ തന്നെയാണ്. 1340 cc 190 bhp ആണ് ഈ ഒരു ജനറേഷൻ വേർഷൻ പുറപ്പെടുവിക്കുന്നത്, 150 Nm ടോർക്കുമൊക്കെ ആയിട്ട്. പ്രീവിയസ് ജനറേഷൻ 197 bhp ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ലേശം പവർ കുറവാണ് എന്ന് വേണമെങ്കിൽ സ്പെസിഫിക്കേഷൻ വൈസ് പറയാം. അത് പക്ഷേ ഒരു എമിഷൻ നോംസ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിനിൽ നടത്തിയിട്ടുള്ള ചെറിയ റീകാലിബ്രേഷൻ്റെ ഒക്കെ അനന്തരഫലമായിട്ടാണ് ആ ഒരു പവർ ഡ്രോപ്പ് വന്നിട്ടുള്ളത്. ഈവൻ ആ ഒരു എഞ്ചിൻ്റെ ഒരു നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാൽവുകളുടെ എണ്ണം, സിലിണ്ടേഴ്സ്, ഒരു ഇൻലൈൻ 4 സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. വാൽവുകളുടെ എണ്ണമാണെങ്കിലും സിലിണ്ടേഴ്സിൻ്റെ എണ്ണമാണെങ്കിലും കംപ്രഷൻ റേഷ്യോ ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ ഒരു 3rd ജനറേഷനിലേക്ക് വന്നപ്പോൾ ഹെവിലി റീവർക്ക്ഡ് ആയിട്ടാണ് സുസുക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് വാൽവ്സ് ആവട്ടെ, സിലിണ്ടർ പിസ്റ്റൺസ് ആവട്ടെ, കണക്റ്റിംഗ് റോഡ്സ് ആവട്ടെ, ക്യാം ഷാഫ്റ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം പുതിയതാണ്. അത്തരത്തിൽ ഒരു ഹെവിലി റീവർക്ക്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. സോ അത് അതിൻ്റെ പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്ന തരത്തിലാണ്. 0 to 100 3.5 സെക്കൻഡ്സിൽ താഴെ മാത്രമാണ് ക്ലെയിം ചെയ്യുന്നത്. ശരിക്കും ഒരു സൂപ്പർ ബൈക്ക് റേഞ്ചിൽ വരുന്ന ഒരു ക്ലെയിം ഫിഗേഴ്സാണ്. ട്രാൻസ്മിഷൻ വരുന്നത് ഒരു 6-speed ട്രാൻസ്മിഷൻ തന്നെയാണ്. ക്ലച്ച് ആണെങ്കിലും ഒരു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ളതാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ ഒരു ഷാസി നോക്കുകയാണെങ്കിൽ തന്നെയും ഒരു ട്വിൻ സ്പാർ അലൂമിനിയം ഷാസി തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ഒരു കോർ സ്ട്രെങ്ത് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ റോഡിനോട് വളരെയധികം ഇഴുകി ചേർന്ന് ഒരു ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ നൽകുന്ന തരത്തിലുള്ള ഒരു ഷാസിയാണ് ഹയാബുസയിൽ വരുന്നത്. ഒരുപാട് സൂപ്പർ ബൈക്കുകൾ ഓടിച്ച അനുഭവ സമ്പത്തൊന്നും എനിക്ക് അവകാശപ്പെടാനല്ല. അതുകൊണ്ട് തന്നെ ഹയാബുസ ഓടിച്ചപ്പോൾ കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓടിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉള്ള മെഷീനാണ് ഹയാബുസ എന്നത്. ഇതിന്റെ റിയൽ പവർ ആസ്വദിക്കാനുള്ള സാഹചര്യം പോലും കേരളത്തിലെ റോഡുകളിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ആക്സിലേറ്റർ തിരിക്കുമ്പോൾ ഏതാണ്ട് ഇടുക്കി ഡാമിന്റെ ഷട്ടർ തുറന്ന പോലെയാണ് പവർ ഡെലിവറി. ഓടിച്ചു തുടങ്ങിയാൽ പിന്നെ ഇത്രയും വെയിറ്റ് ഉള്ള ബൈക്ക് ആണോ എന്നുള്ളത് പോലും മറന്നു പോകുന്നു. ഒരു റേസ് ട്രാക്ക് ആകട്ടെ, ഇനി അതല്ല ട്വിസ്റ്റി റോഡ്സ് ആയിക്കോട്ടെ, ഹയാബുസ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാവും നൽകുക. രണ്ടിനും ഇണങ്ങുന്ന സസ്പെൻഷൻ ട്യൂണിംഗ്. ലോകത്തിലെ ഏറ്റവും മികച്ച മോട്ടോർ സൈക്കിൾ എഞ്ചിൻസിന്റെ ഒരു പട്ടിക എടുത്താൽ അതിൽ ഹയാബുസ ഉണ്ടാകും എന്നതിൽ സംശയം വേണ്ട.
റൈഡർ അസിസ്റ്റ് ഫീച്ചേഴ്സ് ഉൾപ്പെടെ മോഡേൺ ഇലക്ട്രോണിക്സ് പാക്കേജിന്റെ ആറാട്ടാണ് ഹയാബുസയിൽ. എന്നിങ്ങനെ നീളുന്നു നിര. കൂടാതെ ഇത്രയധികം കംഫർട്ടും സേഫ്റ്റിയും പെർഫോമൻസും റോഡ് പ്രസൻസും ഒക്കെ നൽകുന്ന ഇത്രയധികം പാരമ്പര്യമുള്ള ഒരു ഹൈപ്പർ ടൂറർ ബൈക്കിനെ ലെജൻഡറി എന്നല്ലാതെ എന്ത് വിശേഷിപ്പിക്കാനാണ്? ഹയാബുസയുടെ ഇത്രയധികം വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ അവസരമൊരുക്കി തന്ന ഇതിൻ്റെ പ്രൗഡ് ഓണർ യാസീനൊക്കെയാണ്. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ അതൊരു കുറവ് തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കേരളത്തിലെ തേർഡ് ജൻ ഹയാബുസയുടെ ഫസ്റ്റ് ഓണറാണ് യാസീനക്ക. യാസീനക്ക എൻ്റെ നാട്ടുകാരനാണ്, കായംകുളത്ത്. അദ്ദേഹം കായംകുളത്തുള്ള ഒരു പ്രമുഖ ബിസിനസ് ഗ്രൂപ്പ് HHWays ബിസിനസ് ഗ്രൂപ്പിൻ്റെ GM ആയിട്ട് നിൽക്കുന്നു. യാസീനക്ക, എയോട്ടോ ചാനലിലേക്ക് ഒരു സ്വാഗതം ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ ഒരു പാവപ്പെട്ടവനാണ്. ഇത് കൂടാതെ വേറെയും ഗ്യാരേജിൽ വേറെ വണ്ടികളൊക്കെ ഉണ്ട്, ഇനി വരെ വരാനും പോകുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. യാസീനക്ക, ആദ്യം ചോദിക്കാനുള്ളത്, സൂപ്പർ ബൈക്സിൻ്റെ ഒരു ശ്രേണി നോക്കുവാണെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഡുക്കാട്ടി പാനിഗാല ഉണ്ട്, പിന്നെ കവാസാക്കിയുടെ നിഞ്ച അല്ലെങ്കിൽ H2, പിന്നെ ZX 10R അല്ലെങ്കിൽ BMൻ്റെ സൂപ്പർ ബൈക്സ്, അങ്ങനെ ഒരുപാട് ബൈക്സുകളുണ്ട്. എന്തുകൊണ്ട് ഹയാബുസ? എന്തുകൊണ്ട് ഹയാബുസ എന്ന് പറയുകയാണെങ്കിൽ ഹയാബുസ ഒരു ലെജൻഡറി ബൈക്കാണ്. ഒരുപാട് സൂപ്പർ ബൈക്കുകളുണ്ടെങ്കിലും എല്ലാവർക്കും, അതായത് സൂപ്പർ ബൈക്കിനെ കുറിച്ചുള്ള ബൈക്കുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എല്ലാവരുടെ മനസ്സിലും ഒരേപോലെ നിൽക്കുന്ന പേരാണ് ഹയാബുസ. ബാക്കി ബൈക്കുകളൊക്കെ പഠിക്കേണ്ടി വരും. ഹയാബുസ എന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട കാറ്റഗറിയാണ്. കിങ് ഓഫ് ദി ബൈക്കെന്നോ അല്ലെങ്കിൽ ലെജൻഡറി ബൈക്കെന്നോ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഹയാബുസ ഒരു ഹൈപ്പർ ബൈക്ക് കൂടാണ്, ഒരു സൂപ്പർ സ്പോർട്ട് അല്ല. 2 ഹൈപ്പർ ബൈക്കുകളേ ഉള്ളൂ, അതിലൊന്നാണ് ഹയാബുസ. അതെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല സൂപ്പർ ബൈക്കുകളും ഒരു ട്രാക്ക് ഫോക്കസ്ഡ് ആണ് അല്ലേ? കംഫർട്ടിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സൂപ്പർ ബൈക്ക് വേണമെങ്കിൽ ഹൈപ്പർ ടൂററാണ്. അതെ, ടൂററാണ്, സ്പോർട്സ് ടൂററാണ്. എക്സാക്ട്ലി. അതെ, ഈ ഒരു തേർഡ് ജനറേഷൻ ബൈക്ക് ഇറങ്ങിയപ്പോഴും ഒരു അതിശയിപ്പിക്കുന്ന സ്വീകാര്യതയാണ് അല്ലേ? അതായത് ഫസ്റ്റ് ലോട്ടും സെക്കൻഡ് ലോട്ടും ഒക്കെ മണിക്കൂറുകൾക്കകം വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കിട്ടാൻ എങ്ങനെ മാനേജ് ചെയ്തു? അതായത് ഞാൻ സൂപ്പർ ബൈക്ക് ഒരു വർഷം മുമ്പ് മുതലേ സൂപ്പർ ബൈക്ക് എടുക്കണമെന്ന് ആഗ്രഹിച്ചാണ്. അപ്പോൾ ഹയാബുസ തന്നെ ആയിരുന്നു എൻ്റെ മനസ്സിലുള്ള ബൈക്ക്. പക്ഷേ ഹയാബുസയ്ക്ക് അന്ന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാര്യം അന്നുണ്ടായിരുന്ന മറ്റു ബൈക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയാബുസയ്ക്ക് ഇലക്ട്രോണിക്സ് ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പം അതൊരു മടുപ്പുണ്ടായിരുന്നു. കാര്യം മറ്റു ബൈക്കുകളെ വെച്ച് ഒരുപാട് കാര്യങ്ങളിൽ ഹയാബുസ ആ സമയത്ത്, കാര്യം സെക്കൻഡ് ജനറേഷൻ പിന്നിലിരിക്കുന്ന സമയമാണ്. പക്ഷേ ഒരു ഹയാബുസയുടെ ഒരു മൂന്നാമതൊരു വർഷം വരും ആഗ്രഹിച്ച് നടന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി ഹയാബുസയ്ക്ക് ഇങ്ങനെ കുറച്ച് എന്താ പറയുക വെബ്സൈറ്റിലും അതേപോലെ തന്നെ നെറ്റിലും ഒക്കെ ഇങ്ങനെ ഹയാബുസയുടെ തേർഡ് ജനറേഷൻ്റെ ഒരു കൺസെപ്റ്റ് ഡിസൈൻ വന്നു തുടങ്ങി. ഞാൻ ആ സമയം മുതൽ കോഴിക്കോടാണ് ആപ്കോ സുസുക്കി എന്ന് പറഞ്ഞ കേരളത്തിൽ സുസുക്കി ഹൈപ്പർ ബൈക്കിന് സൂപ്പർ ബൈക്കിന് ഡീലറുള്ള അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതിനെക്കുറിച്ച് ഐഡിയ ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഇങ്ങനൊരു ഒരു കിംവദന്തി പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൻ്റെ പൈസ കൊടുത്ത് ബുക്ക് ചെയ്യണമെന്നുള്ള രീതിയിൽ അവർ പൈസ വാങ്ങിച്ചില്ലെങ്കിലും എനിക്കൊന്നൊരു 1 വീക്കിൽ എപ്പോഴും ആ ഒരു ഡീലർഷിപ്പ് പോയിൻ്റ് ഞാൻ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആദ്യമായി ജപ്പാനിൽ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ അവിടെ അവർക്ക് പൈസ അയച്ചു കൊടുത്ത് എനിക്ക് ആ വണ്ടി വേണം എന്നുള്ളതിൽ പൈസ ബുക്കിങ്ങിന് അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ആ വണ്ടി കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു. കാര്യം ഈ പ്രാവശ്യം സുസുക്കി ചെയ്തത് ഡീലർഷിപ്പ് ത്രൂ അല്ല ബുക്കിംഗ്, ഡയറക്റ്റ് സുസുക്കിക്കാണ് ബുക്കിംഗ്. അത് ഓൺലൈൻ ബുക്ക് ചെയ്യാം. അപ്പം കേരളത്തിലെ ബുക്കിംഗ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ തന്നെ സുസുക്കി എന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ഡയറക്റ്റ് എങ്ങനെയും പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വിതിൻ 1 അവർ പറഞ്ഞ് ഒരു 1 അവറിനുള്ളിൽ തന്നെ മാക്സിമം പെട്ടെന്ന് സുസുക്കിയുടെ ഒരു ലിങ്ക് അയച്ചു തന്നു. അതിൽ ബുക്ക് ചെയ്തു. ഒരു അടുത്ത നിമിഷം നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ തന്നെ ആ 100 ബൈക്ക് 101 ബൈക്കായിരുന്നു ആദ്യം ഇന്ത്യയിൽ വന്നത്, അത് ക്ലോസ് ആയി. അപ്പോൾ ആ ഒരു എൻ്റെ ആ ഒരു വർഷം കൊണ്ടുള്ള ഫോളോ അപ്പ് നമ്മുടെ ആഗ്രഹം നമ്മൾ ഓരോ ആഴ്ച ഇരിക്കുമ്പോഴും ഞാൻ ഈ ഷോറൂമിൽ വിളിച്ചിട്ട് ഇതിൻ്റെ അപ്ഡേഷനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ദിവസവും നെറ്റിൽ ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ദിവസേനയുള്ള അപ്ഡേഷൻ അവസാനമൊക്കെ ഏപ്രിൽ ജപ്പാനിൽ ലോഞ്ച് ആയിരുന്നു. ഏപ്രിലാണോ ജനുവരിയാണോ എനിക്ക് തോന്നുന്നത്, ജനുവരിയോ മറ്റോ ആണ് ജപ്പാനിൽ ലോഞ്ച് ആകുന്നത്. ആ സമയം മുതൽ പിന്നെ ഡേ ബൈ ഡേയിലുള്ള അപ്ഡേഷൻ, ഇന്ത്യയിൽ എപ്പോഴാണ് എൻ്റെ ബുക്കിംഗ് വരുന്നതെന്നുള്ള അന്വേഷണമായിരുന്നു. എല്ലാ ദിവസവും വിളിക്കും. കിട്ടാൻ കുറച്ച് ഭാഗ്യം കൂടെ വേണമായിരുന്നു. അതെ, അല്ല അതേപോലെ സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഒരു ഭാഗ്യമാണ്. കാര്യം നമ്മൾ ഷോറൂമിൽ ബുക്ക് ചെയ്തു, പക്ഷേ ഷോറൂം വഴി നമുക്ക് കിട്ടില്ല. അവിടുത്തെ തീരുമാനം ഇത്രയും ബുക്കിംഗ് വന്നപ്പോഴത്തേക്ക് ഡയറക്റ്റ് സുസുക്കിക്ക് അവരുടെ ലിങ്കിൽ കയറി ബുക്ക് ചെയ്യണം. ആ ലിങ്കിൽ കയറി ആ സമയത്ത്
ബുക്ക് ചെയ്ത് അടുത്ത നിമിഷം ഞാൻ വേറൊരു അക്കൗണ്ട് ശ്രമിച്ചപ്പോഴത്തേക്ക് ബുക്ക്. ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാണ്? ഒരെണ്ണം ഉണ്ടല്ലോ പൊളി. ഉണ്ട്. ഞാൻ ഒരു ക്രൂയിസർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഹാർലിയുടെ ഫാറ്റ് ബോയ്. ഇദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ കായംകുളത്തൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പം എവിടെന്നെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് യാസീനൊക്കെ ഹാർലി എടുത്തുകൊണ്ട് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. വളരെ പോപ്പുലറാണ്. സോ ഒരു ക്രൂയിസർ ബൈക്ക് ഉണ്ട്, ഹാർലി ഉണ്ട്. ഇപ്പോൾ ഒരു സ്പോർട്സ് ബൈക്കായി. അതെ. അടുത്ത എന്താണ്? അഡ്വഞ്ചറസ്. ഒരു അഡ്വഞ്ചർ ടൂററാണ്. മനസ്സിൽ 3 ബൈക്കുകൾ എടുക്കുക എന്നുള്ളത് ആഗ്രഹമായിരുന്നു. അത് 3 കാറ്റഗറി ആയിരുന്നു. ഒന്ന് ക്രൂയിസറാണ്, ഇത് തന്നെ സ്പോർട്സ് കം ടൂററാണ്. അപ്പോൾ സ്പോർട്സും ആണ് എന്നാൽ സ്പോർട്സ് ടൂററുമാണ്. അപ്പോൾ ആ കാറ്റഗറിയിൽ ഏകദേശം ഏറ്റവും ടോപ്പ് നിൽക്കുന്നൊരു ബൈക്ക് എന്നുള്ളതിൽ. ഇനിയിപ്പോൾ ഒരു അഡ്വഞ്ചർ ടൂററാണ്, അതിലൊരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരു BMW പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ആ ലെവലിൽ ചിന്തിക്കത്തുള്ളൂ. അതെ, അഡ്വഞ്ചർ ടൂററിൽ അല്ലെങ്കിൽ അഡ്വഞ്ചർ ബൈക്കിൽ ഏറ്റവും ഒരു എന്താ പറയുന്നത്, ഈ പറഞ്ഞ റോഡ് റെസ്പെക്ട് കിട്ടുന്ന റോഡ് പ്രസൻസ് ഉള്ള വണ്ടികൾ തീർച്ചയായും BMW വണ്ടി തന്നെയാണ്. ഓക്കെ. റൈഡ്സ് ഒക്കെ പോകാറുണ്ട് അല്ലേ? റൈഡ്സ് ഒക്കെ പോകാറുണ്ട്. ഓക്കെ. ഞാൻ അറിയാൻ കഴിഞ്ഞു SRT ക്ലബിനെ കുറിച്ചിട്ട്. എന്താണ് SRT ക്ലബിനെ കുറിച്ച്? SRT എന്ന് പറയുന്നത് അത് 3 ലെറ്റർ തന്നെ നമ്മൾ 3 കാറ്റഗറി ഉള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ്. സ്റ്റണ്ടിങ്, റേസിങ്, ടൂറിങ് എന്നുള്ള ഒരു 3 കാറ്റഗറിയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറേ റൈഡ്സ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് പിള്ളേർ കഴിവുള്ളവരാണ്. റേസ് ട്രാക്കിലേക്ക് പോയി പെർഫോം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. സ്റ്റണ്ടിങ് അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അത് റോഡിലും അല്ലെങ്കിൽ ഇത് അനാവശ്യമായി നിയമപരമായ അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കുകയും അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു നല്ല ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ ഒരുപാട് ഗുണമായി മാറും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് ശരിക്കും ഈ പറയുന്ന അവരുടെ കഴിവുകളെ ഉപയോഗിക്കേണ്ട സ്ഥലത്തല്ല ഉപയോഗിക്കുക എന്നുള്ളത്. അതിന് താല്പര്യമുള്ള ആൾക്കാരെ അവർക്ക് വേണ്ട രീതിയിൽ ഗൈഡൻസ് കൊടുത്ത് നല്ലൊരു ലെവലിലേക്ക്, അതായത് ഒരു ഫ്യൂച്ചർ ഒരു കേരളത്തിൽ ഒരു റേസ് ട്രാക്ക് വരെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അത് എത്രത്തോളം എത്തുമെന്നുള്ളത് അറിയില്ല. അതിനുവേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ 3 കാറ്റഗറിയിലുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഇപ്പം ടൂറിങ് ആണെങ്കിൽ ഇപ്പം ബൈക്ക് ടൂറിങ് ഒരുപാട് ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ട്. വളരെ നല്ലൊരു അനുഭവമാണ്. അതിന് ഫാമിലി കപ്പിൾസിനാണെങ്കിലും ഇപ്പോൾ എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ടൂർ പോയായിരുന്നു. പക്ഷേ ക്രൂസർ ബൈക്ക് എടുത്തതിന് ശേഷം വൈഫിനെ കൊണ്ട് ബൈക്കിൽ പോയിട്ടുണ്ട്. പക്ഷേ വൈഫിന് ഇപ്പോൾ ഏറ്റവും ഇഷ്ടം ബൈക്കിൽ പോകാൻ. അത് വേറൊരു സന്തോഷമാണ്. പലപ്പോഴും അത് ആൾക്കാർക്ക് അത് അനുഭവിച്ചതിന് ശേഷമേ അതിൻ്റെ ഒരു സുഖം നമ്മൾ നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു ഇടപഴകിയുള്ള യാത്രയാണ്. ഒരു കാറെന്ന് പറയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. ബൈക്ക് എന്ന് പറയുമ്പോൾ ഈ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് നല്ല രസകരമായ അതിനൊക്കെ ഒരു സ്പിരിറ്റ് വേണം. ആ സ്പിരിറ്റാണ്. ആ ഒരു സ്പിരിറ്റ് ഇല്ലാണ്ട് ചുമ്മാ ബൈക്ക് കൊണ്ട് ഇറങ്ങിയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ക്ലബിനെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അങ്ങനെയുള്ള ടൂറിങ് ഇവൻറ്റ്സുകൾ, ബൈക്കിൻ്റെ ഈ ഗെറ്റ് ടുഗദർ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള വലിയൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് SRT എന്ന് പറയുന്ന നമ്മളൊരു ക്ലബ്ബ്. ഒരുപാട് ക്ലബ്ബുകൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. അപ്പം അവരെല്ലാം നല്ലൊരു ബ്രദർഹുഡ് സ്ഥാപിച്ചേക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെല്ലാം കൂടെ യോജിപ്പിക്കാൻ പറ്റുമെങ്കിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു എയിം ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒരുപാട് നല്ല നല്ല ടോപ്പ്, അതേപോലെ SBIK, SPK അങ്ങനെ ഒരുപാട് നല്ല നല്ല റൈഡേഴ്സ് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബ്രദർഹുഡ് ആണ്. നമ്മൾ ഇതിനകത്തൊക്കെ ഒരുപാട് കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള, ഞാൻ പറഞ്ഞില്ലേ, ഈ റേസ് ട്രാക്കിലൊക്കെ പോകാൻ പറ്റുന്ന നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് അതിൻ്റെ പുറകെ നിൽക്കാനും അവരെ സഹായിക്കാനും അതിനൊരു ഇപ്പം നമ്മൾ ബൈക്ക് സ്പീഡിൽ ഓടിക്കുന്ന പിള്ളേർ ഒരു അഹങ്കാരികളായിട്ടാണ് കാണുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോഡിൽ ഓടിക്കുമ്പോഴാണ്. കൃത്യമായൊരു സ്ഥലത്ത് അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് അതിൻ്റെ റൈഡിങ് ഗിയർ ഉപയോഗിച്ച് നല്ല രീതിയിൽ അവർ ട്രെയിൻ ചെയ്ത് ഒരു റേസ് ട്രാക്കിലൊക്കെ നല്ല നല്ല താരങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രം ബേസുള്ളൊരു ടീമാണ് മറ്റേ എന്താ പറയുന്നത്, നമ്മുടെ ഒരു റൈഡർ ടീമുണ്ടല്ലോ, സ്റ്റണ്ടേഴ്സ് ഉണ്ടല്ലോ, ഗോസ്റ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ ടീം. അവർ ട്രിവാൻഡ്രത്തുള്ള കുട്ടികളാണ്. അവർ ഒരു സമയത്ത് അവരുടെ ക്രേസ് അവർ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഫേമസ് ആയ ആൾക്കാരായി മാറി. അപ്പോൾ അതേപോലെയൊക്കെ ഒരുപാട് വ്യക്തിത്വങ്ങൾ വീണ്ടും ഉണ്ടാകാം. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നു. ഒരുപാട് അതിന് താല്പര്യമുള്ള ആൾക്കാർ കേരളത്തിലും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറുമാണ്. അതിന് നല്ലൊരു ഒരു ചട്ടക്കൂടിൽ കൊണ്ടുവന്ന് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ഫൈസാൻ പറഞ്ഞ പോലെ കാറ് കൊടുത്തിട്ട് ഇതുപോലൊരെണ്ണം വാങ്ങിച്ചാലോ എന്ന് പോലും ആലോചിച്ച് പോയി. ഇത് കുറച്ച് നേരം ഓടിച്ച ശേഷം ഒരു 1.5 ഫീലാണ് നൽകുന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഹയാബുസ ഇപ്പോഴും അതിൻ്റെ പേരും പെരുമയും ഒക്കെ ഒട്ടും കുറയാതെ കാത്തു സൂക്ഷിക്കുന്നു എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഒരു 3rd ജനറേഷൻ മോഡലിന് കിട്ടിയ സ്വീകാര്യതയും. ഇറങ്ങിയ ഫസ്റ്റ് ലോട്ട് മാത്രമല്ല, സെക്കൻഡ് ലോട്ടും മണിക്കൂറുകൾക്കകം വിറ്റഴിഞ്ഞു പോയി. 16.4 ലക്ഷം രൂപയാണ് ഹയാബുസയുടെ എക്സ് ഷോറൂം പ്രൈസ്.
ഓൺ റോഡ് ഏകദേശം 22 ലക്ഷം രൂപ വരും. സെക്കൻഡ് ജെൻ ഹയാബുസയേക്കാൾ ഏകദേശം 2.7 ലക്ഷം രൂപ അധികമാണ്. എങ്കിലും ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ള ആ ഒരു ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അപ്ഗ്രേഡ്സിൻ്റെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ 2.7 ലക്ഷം രൂപ എന്നുള്ളത് അത്ര വലിയൊരു തുകയായി നമുക്ക് തോന്നില്ല. ഒരു സൂപ്പർ ബൈക്കിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്റ്റൈലും പെർഫോമൻസും റോഡ് പ്രസൻസും കംഫർട്ടും അതിൻ്റെ പരിപൂർണതയിൽ നൽകുന്ന ഒരു വാഹനമാണ് ഹയാബുസ. ഏതായാലും നമ്മുടെ ഒരു വീഡിയോയോട് സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഭാവിയിൽ അടുത്ത പുതിയ ബൈക്കുകൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ബൈയുടെ ചാനലായിട്ട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു ലെജൻഡറി ബൈക്കാണ് ഇപ്പോൾ കയ്യിലുള്ളത്. റൈഡ് സേഫ്. തീർച്ചയായിട്ടും അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും. എന്തായാലും എഗെയിൻ സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇത്രയൊക്കെയായിരുന്നു ഹയാബുസയുടെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് എയോട്ടോ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും അല്ലെങ്കിൽ സഹകരണങ്ങളും ഒക്കെ വളരെ അത്യാവശ്യമാണ്. ഉറപ്പിക്കുകയാണ്, ഇനിയും എയോട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. കൂടാതെ യാസീനിക്കാടെ SRT ക്ലബിൻ്റെ ഒരു ചാനലുണ്ട്, അതും കൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ.